അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവരെ, ഒരു വലിയ അധ്വാനത്തിൻ്റെ അതല്ലെങ്കിൽ ത്യാഗത്തിൻ്റെ ദിനരാത്രങ്ങൾ കഴിഞ്ഞ് വിശുദ്ധ റമദാനിൻ്റെ പുണ്യ ദിനരാത്രങ്ങളെ സജീവമാക്കി റമദാനിൻ്റെ പൂർത്തീകരണം പ്രഖ്യാപിച്ചുകൊണ്ട് ഷവ്വാൽ 1 ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്ന വേളയിലാണ് നാം ഉള്ളത്. അതിൻ്റെ ഒരുക്കങ്ങളും ആഘോഷങ്ങളുടെ കൃത്യമായി കൊണ്ടുള്ള നിലപാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ആദാബുകളെയും ശീലങ്ങളെയും ചിട്ടകളെയും പാലിക്കാനും പകർത്താനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നാം വലിയ അധ്വാനങ്ങൾ നടത്തി, പരിശ്രമങ്ങൾ നടത്തി, നമ്മുടെ ഹിസാബിൽ, നമ്മുടെ കർമ്മരേഖാ പുസ്തകത്തിൽ അതുണ്ടാവണമെന്ന താല്പര്യത്തിലും പ്രതീക്ഷയിലുമാണ് അത് ചെയ്തതെങ്കിൽ പടച്ച റബ്ബ് സ്വീകരിച്ചെങ്കിലേ നമുക്കത് എടുക്കാൻ കിട്ടാൻ കഴിയുകയുള്ളൂ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന വിശുദ്ധ ഖുർആനിൻ്റെ പ്രാർത്ഥന അന്വർത്ഥമാക്കേണ്ടുന്ന സമയത്തിലാണ് നാം ഉള്ളത്. തക്ബീറുകൾ കൊണ്ട് ഈ അവസരത്തെ നന്നായി ഉപയോഗപ്പെടുത്താനും അള്ളാഹുവിനെ വാഴ്ത്തുവാനും അള്ളാഹുവിന് ശുക്ർ പറയാനും കണ്ണീരോടെ, സങ്കടങ്ങളോടെ പടച്ച റബ്ബിലേക്ക് എൻ്റെ അധ്വാനങ്ങൾ നഷ്ടമാകരുതേ എന്ന വല്ലാത്തൊരു വഖുലൂബുഹും വജിലത്തുൻ എന്ന് പറഞ്ഞില്ലേ, ഹൃദയങ്ങൾ വിറക്കുന്ന ഒരവസ്ഥ, അതായിരിക്കും ഒരു മുഅ്മിനിന് ഈ സമയത്ത് ഉണ്ടാവുക. നാളെ പരലോകത്ത് അള്ളാൻ്റെ കോടതിയിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാതെ പോയി കഴിഞ്ഞാൽ നഷ്ടം നമുക്കാണ്. ഇവിടെ ദുനിയാവിൽ എല്ലാത്തിനും നമുക്ക് സെക്കൻഡ് ചാൻസ് പ്രതീക്ഷിക്കാം, പല കാര്യങ്ങൾക്കും. എന്നാൽ ആഖിറത്തിലേക്ക് ചെന്നെത്തിപ്പെടുന്ന മനുഷ്യന് കർമ്മങ്ങളും അധ്വാനങ്ങളും കുറഞ്ഞു പോയാൽ പിന്നീട് സംഭവിക്കുന്നത് തിരിച്ചു വരാൻ പറ്റാത്തൊരു ലോകത്തേക്കാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഫീഹി അമലും വലാ ഹിസാബ്, ഇവിടെ അമൽ ചെയ്യുന്ന ലോകമാണ്. ഇവിടെ ഒരാൾക്കും വിചാരണയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇന്നൽ ആഖിറ, പരലോകം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. ഹിസാബും വലാ അമൽ, അവിടെ ഒരിക്കലും തന്നെ പ്രവർത്തിക്കാനുള്ള വഴിയില്ല. ഹിസാബാണ്, വിചാരണയാണ് അവിടെ നടക്കാൻ പോകുന്നത്. നാം ഈ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് വേണ്ടിയായി മാറാൻ, ഫി ജന്നത്തിൻ ആലിയ എന്ന് പറഞ്ഞില്ല, ഉന്നതമായ സ്വർഗത്തിൻ്റെ തോപ്പുകളിൽ, തോട്ടങ്ങളിൽ സന്തോഷത്തോടെ പങ്കെടുക്കാൻ, ഉൾക്കൊള്ളാൻ, അതിനു വേണ്ടിയാണല്ലോ നാം ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയാണല്ലോ നാം കൊതിക്കുന്നതും. എല്ലാ നിലക്കുമുള്ള നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ അധ്വാനങ്ങളും എല്ലാം അത് കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പടച്ച റബ്ബിൻ്റെ വലിയ ഒരു തീരുമാനമുണ്ട്, ഈ ദിവസങ്ങളെ പൂർത്തിയാക്കുക എന്നത്. ആ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ് ഒന്നുകിൽ 30 നോമ്പ്, അതല്ലെങ്കിൽ 29 മാസപ്പിറവി കാണുമ്പോൾ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ വലി തുക്കബ്ബിറുള്ള, അള്ളാഹുവിനെ നന്നായി മഹത്വപ്പെടുത്തുക എന്നതും അനിവാര്യമാണ്. തക്ബീറുകൾ ഉയരണം. ആഘോഷങ്ങളെ അതിൻ്റെ യഥാർത്ഥ വേഷത്തിലും, ആഘോഷങ്ങളെ അതിൻ്റെ യഥാർത്ഥ കാമ്പോടുകൂടെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. തക്ബീറുകൾ അന്വർത്ഥമാക്കുന്നത് പടച്ച റബ്ബാണ് ഏറ്റവും വലുത് എന്ന പ്രഖ്യാപനമാണ്. ഈ ലോകത്തെ മറ്റെല്ലാത്തിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ പടച്ചോനാണ്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പ്രഖ്യാപിച്ച പ്രവാചകന്മാരുണ്ടല്ലോ. അള്ളാഹു മതി, അള്ളാഹുവിനെ ബരമേൽപ്പിക്കാൻ ഏറ്റവും യോഗ്യനായവൻ അവനാണ്. അവൻ വലിയവനാണ്. കബീർ, അക്ബർ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ വലിയ ആശയത്തെ ഉൾക്കൊണ്ടിച്ചിട്ടുണ്ട്. സാധാരണ അവസ്ഥകളിൽ തന്നെ ബാങ്കുലി ശബ്ദങ്ങളിലൂടെ നമ്മൾ പറയാറുള്ള അള്ളാഹു അക്ബറിൻ്റെ അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ആഘോഷത്തിൻ്റെ സന്ദർഭങ്ങളിൽ അള്ളാഹു അക്ബർ എന്ന് മുഴക്കുവാനും പെരുന്നാൾ നമസ്കാരത്തിലൊക്കെ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ വരുന്ന വഴിയും പോകുന്ന വഴിയുമൊക്കെ വ്യത്യസ്തമാക്കാനും പിന്നീട് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട്
ഈദുൽ ഫിത്തറിൻ്റെ മുസല്ലയിലേക്ക് വരാനുമൊക്കെ പറഞ്ഞ വചനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇവിടെയാണ് ഒരു വിശ്വാസി ആലോചിക്കേണ്ടത്, ആഘോഷിക്കാൻ പറഞ്ഞ രണ്ട് ആഘോഷമാണ് ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. മൂന്നാമതൊരാഘോഷം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുപോലും പഠിപ്പിച്ചു തന്നിട്ട് അതിൻ്റെ അദബുകൾ എന്തായിരിക്കും, അതിൻ്റെ സുന്നത്തുകൾ എന്തായിരിക്കും, അതെങ്ങനെയായിരിക്കണം എന്നത്, എപ്പോൾ നമസ്കരിക്കണം, ഖുതുബ എപ്പോഴാണ് വേണ്ടത്, ഇസ്ലാമിലെ ഏത് കാര്യത്തിനുമുള്ള ആ കൃത്യമായിക്കൊണ്ടുള്ളൊരു ചട്ടക്കൂട് ഈ മതത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. ഇത് അള്ളാഹുവിൻ്റെ നിഅമത്തായ മതമാണ്. അതുകൊണ്ട് തന്നെ ഈ ആഘോഷത്തിൻ്റെ ഇടയിൽ പലപ്പോഴായി നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിരുവിട്ടുകൊണ്ടുള്ള ആഘോഷ പ്രവണതകളാണ്. ചിലരാവട്ടെ സന്തോഷമില്ലാതെ, പ്രത്യേകിച്ചൊന്നുമില്ലാതെ സാധാരണ ഒരു ദിവസത്തെ പോലെ മാത്രമായി ദിവസത്തെ കാണുന്നവരുണ്ട്. എന്നാൽ ഈ ദിവസം സന്തോഷിക്കാനും ഈ ദിവസം ആഘോഷിക്കാനും വേണ്ടി തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എങ്ങനെയായിരിക്കണം? ഇസ്ലാം വിലക്കിയ യാതൊന്നും കടന്നു വരാതെയായിരിക്കണം ആഘോഷം. ഇസ്ലാം പാടില്ലെന്ന് പറഞ്ഞ് വിലക്കിയ ഏതെങ്കിലും നിലക്കുള്ള മദ്യമാകട്ടെ, ഖംറെന്ന് വിളിക്കുന്ന, അതല്ലെങ്കിൽ പിന്നെ ലഹുവിൻ്റെതായ വ്യത്യസ്തങ്ങളായ വിനോദങ്ങൾ, അതുമല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെതായ അകമ്പടികൾ, മറ്റു ഒട്ടനേകം കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായി ശ്രദ്ധയിൽപ്പെടാറുള്ള ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പലതുമുണ്ടാകും. പക്ഷെ അത് ഈ ഈദിന് പാടില്ല. ഈ ആഘോഷം അതിനുവേണ്ടി അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാകരുത് സന്തോഷം കണ്ടെത്തുന്നത്. മറിച്ച് ഇസ്ലാം അവിടെയും പറയുന്നുണ്ട്, ഇത് സാധുക്കളുടെ കൂടെയായിരിക്കണം. അതോടൊപ്പം തന്നെ രോഗികളെ സിയാറത്ത് ചെയ്തും കുടുംബങ്ങളുമായി ബന്ധം ചേർത്ത്, സിലത്തുർ റഹം, കുടുംബ ബന്ധമൊക്കെ ഒന്ന് പുതുക്കി ചേർത്ത്, ഇങ്ങോട്ട് പിണങ്ങി നിൽക്കുന്നവരോടൊക്കെ ഒന്ന് അങ്ങോട്ട് ചെന്ന് ബന്ധം സ്ഥാപിച്ച്, പിണങ്ങി നിന്നവരോടൊക്കെ അങ്ങോട്ട് കയറി ചെന്ന് സലാം പറഞ്ഞ്, നമുക്കിടയിലെ ഇഖുവത്ത് എന്ന സാഹോദര്യം എന്ന വലിയ ആ ഒരു പ്രൗഢമായ നന്മയെ ഹയാത്തിലാക്കാൻ പറ്റുന്ന ഒരു സമയത്താണ് ഈ ആഘോഷങ്ങൾ തുടങ്ങുന്നത്. അതോടൊപ്പം ഇസ്ലാം പറയുന്നുണ്ട്, ഇതിൻ്റെ നന്മകളായിട്ട് സ്വതക്ക ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. സ്വതക്കയിലൂടെ, ദാനധർമ്മത്തിലൂടെ ഒരു ആഘോഷത്തിന് പകിട്ട് കൊടുക്കാൻ അനുബന്ധമായിക്കൊണ്ട് തന്നെ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഏറെ പാലിക്കേണ്ടുന്നതാണ് അവൻ്റെ വൃത്തിയും വിശുദ്ധിയുമൊക്കെ. പെരുന്നാൾ ദിവസത്തിലും മാന്യമായ പുതിയ വസ്ത്രം ധരിക്കുന്നതും, നല്ല വസ്ത്രം ധരിച്ച് ഒരുങ്ങുന്നതും, സുഗന്ധം പൂശുന്നതുമൊക്കെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അതൊന്നുകൂടെ അതിരുവിട്ട് നമ്മുടെയൊക്കെ നാടുകളിൽ വിവാഹങ്ങളെപ്പോലെ മറ്റു പല ആഘോഷങ്ങളുടെയും കഥകൾ വായിക്കുന്നത് പോലെ പെരുന്നാൾ ദിവസങ്ങളിലും വഴിയോരങ്ങളിലെ കഷ്ടപ്പാടുകൾ ഉണ്ടാക്കുന്ന, ബഹളങ്ങൾ വെക്കുന്ന ആളുകൾ, 30 ദിവസമായി പിടിച്ചു വെച്ച നമ്മുടെ നിയന്ത്രണത്തിൻ്റെ എല്ലാ ചരടുകളും പൊട്ടിക്കുന്നവർ, യാത്രകളുടെ പേര് പറഞ്ഞുകൊണ്ട് നമസ്കാരം വരെ ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥകൾ, വഴികളിൽ വാഹനങ്ങളിലും മറ്റുമൊക്കെയായി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നല്ല ശബ്ദമുള്ള വാഹനങ്ങൾ തെരഞ്ഞു പിടിച്ച് അതിലൂടെ അങ്ങാടികളെ കീഴടക്കുന്ന രൂപത്തിലുള്ള ശബ്ദകോലാഹലങ്ങൾ ഇട്ട് പോകുന്നവർ, ജനങ്ങളെ കഷ്ടപ്പെടുന്ന രൂപത്തിൽ പടക്കങ്ങളും ഗുണ്ടുകളുമൊക്കെ പൊട്ടിച്ചുകൊണ്ട് അതിനൊരു ആഘോഷമാക്കി മാറ്റുന്ന ആളുകൾ. സത്യത്തിൽ ഈദുൽ ഫിത്തർ ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, ഞാൻ എൻ്റെ പടച്ച റബ്ബിനു വേണ്ടി ഹലാലായ ഭക്ഷണം വരെ ഉപേക്ഷിച്ച പകലുകളായിരുന്നു. ഹലാലായ തൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ മനോഹരമായ ഇണയോടൊപ്പമുള്ള ലൈംഗിക വീഴ്ച വരെ പകലിൻ്റെ സമയത്ത് വേണ്ടെന്ന് വെച്ചതായിരുന്നു. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് അതിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയവരായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ എങ്ങനെയാണ് 30 ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് ഇനി അള്ളാഹുവിൻ്റെ ഒരു നിയമവും എനിക്ക് ബാധകമല്ല എന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, സ്ത്രീകളാവട്ടെ അവരുടെ വേഷവിധാനങ്ങളിലും അവരുടേതായ നടപ്പുക്രമങ്ങളിലുമെല്ലാം ഇസ്ലാം പഠിപ്പിച്ച നിബന്ധനകൾ പാലിക്കുക, വേഷത്തിലും വസ്ത്രത്തിലുമുള്ള സുഗന്ധങ്ങൾ അണിയാതിരിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ പരമാവധി ഉപേക്ഷിക്കുക തുടങ്ങിയ ഒട്ടനേകം നന്മകൾ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ ആഘോഷങ്ങളുടെ ആ നന്മയും മൂല്യവും ചോർന്നു പോകാതിരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾക്കുള്ള ആഘോഷമാണിത്. അവരാഘോഷിക്കട്ടെ, അവർ കളിക്കട്ടെ, അവർ സന്തോഷിക്കട്ടെ, നല്ല ഭക്ഷണം കഴിക്കട്ടെ, അതിനൊന്നും ഇസ്ലാം എതിരല്ല. രോഗികളായ ആളുകളുണ്ട്, അവരെ സിയാറത്ത് ചെയ്യുക. മരണപ്പെട്ട ചില കുടുംബങ്ങളൊക്കെ ഉണ്ടാകും, അവരെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കാൻ നമ്മൾ അവിടെ എത്തുക. അനുബന്ധമായി ഇന്നേ ദിവസം ഇവിടെ എത്താൻ കഴിയാതെ പോകുന്ന, പെരുന്നാളിൻ്റെ സന്തോഷങ്ങളിൽ അതുപോലെ തന്നെ മുസല്ലകളിൽ എത്തിപ്പെടാൻ കഴിയാതെ പോകുന്ന ആളുകൾ നമ്മുടെ കുടുംബങ്ങളിലും ബന്ധുങ്ങളിലൊക്കെ ഉണ്ടാകും. അടുത്തേക്ക് ചെല്ലാൻ, എത്തിപ്പെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറെ സന്തോഷത്തോടുകൂടെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഈദുൽ ഫിത്തറിൻ്റെയും ഈദുൽ അദ്ഹയുടെയും ആഘോഷ രീതികളെ വായിക്കുമ്പോൾ അവിടെ തെറ്റായ യാതൊന്നും കടന്നു വരാതെ പല അദബുകൾ പഠിപ്പിച്ചുകൊണ്ട് കൃത്യമായ അദബുകൾ ജനങ്ങൾക്ക് മുമ്പിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയിലൂടെ എത്തിച്ചു കൊടുത്തിട്ടാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അവിടുത്തെ ഈദുൽ ഫിത്തറുകൾ എങ്ങനെയായിരുന്നു? അവിടുത്തെ ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു? ആളുകളെ കഷ്ടപ്പെടുത്തുന്ന ഭാരമായി മാറുന്ന ഇസ്ലാം എന്ന് പറയുന്ന മതം വലിയ ഭാരമേറിയതാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരാഘോഷവും നബി തങ്ങളുടെ കാലഘട്ടത്തിലില്ല. ഇന്ന ദീന യുസ്റുൻ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ലളിതമാണ്, അതിൽ പ്രയാസകരമായ അതൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യനും അവന് കഴിയാത്ത ഒരു കാര്യവും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. ഏത് കുടുംബത്തിന് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പോലും പറഞ്ഞത് ഈ ആഘോഷത്തിൻ്റെ നന്മയെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ജനങ്ങൾ മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഫിത്ർ സക്കാത്ത് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ ആഘോഷങ്ങളുടെ മറ്റൊരു ഭാഗം നോക്കൂ നിങ്ങൾ, 2 പെരുന്നാളിൻ്റെയും തലേ ദിവസങ്ങളിൽ നോമ്പ് കൊണ്ടാണ് പോകുന്നത്. വലിയ പെരുന്നാളിൻ്റെ തലേ ദിവസം അറഫാ ദിനമാണ്, ചെറിയ പെരുന്നാളിൻ്റെ തലേ ദിവസം റമദാനിലെ നോമ്പാണ്. ഒരു നോമ്പിലൂടെയാണ് ആഘോഷത്തിലേക്ക് കടക്കാൻ പറയുന്നത്. കൃത്യമായ സംയമനം പാലിച്ച് ക്ഷമ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തി നല്ല പ്രാർത്ഥനകളോടെയാണ് ഈ ഒരു ആഘോഷ ദിവസവും നമുക്കിടയിൽ കടന്നു പോകുന്നത് എന്ന ഓർമ്മയുണ്ടാവണം. രോഗികളായ സഹോദരങ്ങളെ സന്ദർശിക്കാൻ കഴിയണം. ഒരു വേള വീടുകളിൽ ശരിയാവണ്ണം വസ്ത്രവും ഭക്ഷണവും ലഭിക്കാതെ പോകുന്ന, പെരുന്നാൾ ദിവസങ്ങളിലും പ്രത്യേകിച്ച് യാതൊരു മാറ്റവും സംഭവിക്കാത്ത എത്രയോ വീടുകളുണ്ടാകും. സന്ദർശിക്കാൻ പോകാൻ, അവരോട് അന്വേഷിക്കാൻ, യതീമായ മക്കളുടെ തലയിൽ തലോടുവാൻ, അവർക്കൊരു പാക്കറ്റ് മിഠായി കൊടുക്കുവാൻ, യതീമായ ഒരുപാട് കുടുംബങ്ങളിലെ പെൺമക്കൾ ശരിയാവണ്ണം സന്തോഷിക്കാൻ കഴിയാതെ പോകുന്ന പലരുടെയും അവസ്ഥകളുണ്ട്. ഒരു ഉമ്മയുടെ കീഴിൽ അവരൊക്കെ ഞെരിഞ്ഞ് അല്ലെങ്കിൽ ഏറെ സഹിച്ചുകൊണ്ട് പലതും പറയാൻ പറ്റാതെ പ്രയാസപ്പെട്ടുകൊണ്ട് പെരുന്നാൾ ദിവസത്തിലും മൗനികളായി ജീവിക്കുന്ന ആളുകളുണ്ട്. അവർ കളിക്കട്ടെ, കുഞ്ഞുങ്ങൾ സന്തോഷിക്കട്ടെ. ഇത് എല്ലാവർക്കുമുള്ള ഒരു ആഘോഷമാണ് ഇസ്ലാം കൊടുത്തിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീന് മനുഷ്യർക്ക് നൽകുന്ന വലിയ ഒരു ആശ്വാസവും ഒരു സന്തോഷവും സമാധാനവുമാണ്. പല ആളുകൾ പറയും, ഈ ദീന് സന്തോഷിക്കാൻ പറ്റുന്ന, ആഘോഷിക്കാൻ പറ്റുന്ന ഒന്നും തന്നില്ല എന്ന് പറയുന്നവരോട് മറ്റെല്ലാം ഒഴിവാക്കിയിട്ട് 2 സുപ്രധാനമായ ആഘോഷ ദിനങ്ങൾ ഇസ്ലാം മുസ്ലിമീന് കൊടുത്തിരിക്കുന്നത് അതിനെല്ലാത്തിനുമുള്ള ബദൽ സംവിധാനമാണ്. ഞാൻ ആ വിഷയത്തിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി പറയാം. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ഒട്ടനേകം കാര്യങ്ങളുണ്ട്, നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച ആ ചട്ടക്കൂടുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് കുടുംബത്തെ ശക്തിപ്പെടുത്താൻ, കൂടുതൽ സമയം വീടുകളിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ, കുടുംബത്തോടൊപ്പം യാത്ര പോകാൻ, ഇതുവരെ നമ്മളുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കാത്ത പുതിയ സുഹൃത്തുക്കളുമായി ബന്ധം സ്ഥാപിക്കാൻ, അയൽവാസികളെ പരിഗണിക്കാൻ, ഭക്ഷണമുണ്ടാക്കുമ്പോൾ അവരെ പരിഗണിക്കാൻ, മറ്റെല്ലാ കാര്യത്തിലും എന്ന പോലെ തന്നെ ഏറെ സൗഹാർദ്ദവും സ്നേഹവും ഇസ്ലാമിൻ്റെ ആ സഹിഷ്ണുതാ മനോഭാവവും ഒക്കെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം ഈ ആഘോഷ ദിനവും കടന്നു പോകേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ് പറയുന്ന, അള്ളാഹുവിനെ സ്തുതിക്കുന്ന, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന, അവനല്ലാതെ ഒരാരാധ്യനില്ല എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്ന ഈ ഒരു ആഘോഷ ദിനത്തിൽ, ഈദുൽ ഫിത്തറിൻ്റെ സുദിനങ്ങളിൽ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ അതിനെ യഥാർത്ഥ സന്തോഷത്തോടെ, ഒരു നോമ്പുകാരൻ്റെ യഥാർത്ഥ സന്തോഷമാണല്ലോ ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത്, ആ സന്തോഷം ആസ്വദിക്കാൻ, അനുഭവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനേകം നന്മകളുമായി പരലോകത്ത് എത്തിപ്പെടാനും സന്തോഷത്തിൻ്റെ നാളിൽ ആ സന്തോഷത്തെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞതിൽ പങ്കുകൊള്ളുവാനും അള്ളാഹുവിൻ്റെ ദീനിനെ ശക്തിപ്പെടുത്തുവാനും വരും നാളുകളിൽ നോമ്പ് കഴിഞ്ഞ അത് പിന്നീട് പെരുന്നാൾ കഴിയുമ്പോൾ പിന്നൊന്നുമില്ലാത്ത അവസ്ഥ വരാതിരിക്കാൻ എല്ലാ നന്മകളെയും നിലനിർത്തിക്കൊണ്ടു പോകാൻ പ്രതിജ്ഞയെടുത്തുകൊണ്ടാവട്ടെ ഇന്നത്തെ ഈ ആഘോഷങ്ങളുടെ എല്ലാം ഒരു കാമ്പ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിച്ച് ആത്മാർത്ഥമായ മനസ്സുമായി പടച്ച റബ്ബിലേക്ക് ഓടിയെത്താൻ, ഇഖ്ലാസ് നഷ്ടപ്പെടാതിരിക്കാൻ, ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ ബാത്തിലായി പോകാതിരിക്കാൻ, സ്വതക്കുകൾ നഷ്ടമാകാതിരിക്കാൻ, ചെയ്തു വെച്ച പാരായണങ്ങളൊന്നും നമുക്ക് കൂലി കിട്ടാത്ത അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ, എല്ലാ നിഫാഖിൽ നിന്ന്, റിയായിൽ നിന്ന് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് പടച്ച റബ്ബിൻ്റെ പൂർണ്ണമായ തൃപ്തിയിലേക്ക് വരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സഹായിക്കുമാറാകട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും വജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.